2 ദിവസം തുടർച്ചയായി ബെയ്റൂട്ട് നഗരത്തിലും ലെബനനിലെ മറ്റിടങ്ങളിലും ആക്രമണം ഉണ്ടാവുകയാണ്. ലെബനനും ഹെസ്ബുള്ളയും ഉത്തരവാദിത്വം ഇസ്രായേലിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞു. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും അവർ ഏറ്റെടുക്കാറില്ല. എന്നാൽ എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ സേനയും മൊസാദുമാണ് ഈ പ്രവർത്തിയുടെ പിന്നിലെന്ന്. റഷ്യ പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര ഭീകരാക്രമണമാണ്, തിരിച്ചടി കൊടുക്കണമെന്നാണ്. അങ്ങനെ രാജ്യങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കുന്നത് ലെബനൻ എന്ന രാജ്യത്തെ സാധാരണ മനുഷ്യരാണ്. എല്ലാവരെയും ഭീതി ഗ്രസിച്ചിരിക്കുന്നു. അപകടത്തിൽ പെടാതെ രക്ഷപ്പെട്ടു എന്നത് ആരുടെയും ആശ്വാസമല്ല. സാധാരണഗതിക്ക് ബോംബ് സ്ഫോടനങ്ങളോ ഭീകരാക്രമണങ്ങളോ ഉണ്ടാകുമ്പോൾ ആ ആക്രമണത്തിൽ പെട്ടുപോയവരൊഴികെ ബാക്കി എല്ലാവരും സുരക്ഷിതരാണ്. എന്നാൽ ലെബനൻകാർക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. അവരെ ഗ്രസിച്ചിരിക്കുന്നത് വല്ലാത്ത ഭീതിയാണ്. കാരണം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചില്ല ഇസ്രായേലിന്റെ ആക്രമണം. ആദ്യ ദിവസം പേജർ ബോംബുകളാണ് ആയിരങ്ങളുടെ രക്തച്ചൊരിച്ചിലിന് കാരണമായതെങ്കിൽ പിറ്റേ ദിവസവും ഇസ്രായേലിന്റെ ഹിസ്ബുള്ള വേട്ട തുടർന്നു. ഹിസ്ബുള്ളയുടെ എല്ലാ സംവിധാനങ്ങളെയും തച്ചുടയ്ക്കുന്ന വിധത്തിൽ ഇസ്രായേൽ സേനയുടെ രഹസ്യാക്രമണം തുടരുകയാണ്.